പലയിടത്തും ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പല ആളുകളും സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടന്നു. കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗ് തന്നെയാണ് ഇവിടെ ജയിച്ചു പോരുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 ടേമിലായിട്ട് ഇവിടെ രാഷ്ട്രീയ എതിരാളികളായിട്ട് LDF വേണ്ടി ഇറങ്ങുന്നത് മൈൻകളൗട്ടിൻ്റെ മുൻ സഹപ്രവർത്തകനായിരുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് INL ആണ്. പക്ഷെ ഇത്തവണ അതിൽ ചെറിയൊരു മാറ്റം വരാൻ പോകുന്നെന്നുള്ളതാണ് പുറത്തു നിന്നുള്ള വാർത്ത. അതായത് മലപ്പുറം മോഡലിൽ CPM മലപ്പുറം പരീക്ഷിക്കുന്ന അതേ മോഡൽ മുസ്ലിം ലീഗിൻ്റെ പോക്കറ്റുകളിൽ ജനകീയനായിട്ടുള്ള മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇറക്കി മണ്ഡലം പിടിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ തന്ത്രമാണ് അതിന് പിന്നിൽ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന്, അതായത് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ CPM ലേബിൽ LDF ലേബിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പരാജയം ഏൽക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ ഒരുപാട് തന്ത്രങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും LDF ഏറ്റാറുണ്ട്, INL പരീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രന്മാരെ നേരത്തെയും പരീക്ഷിച്ചിട്ടുണ്ട്, CPM മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണം നടത്തിയ ഒരു മണ്ഡലമാണ് കാസർഗോഡ്. ആ സമയത്തൊക്കെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ കാസർഗോഡ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൽ ആര് മത്സരിച്ചാലും UDF ആര് മത്സരിച്ചാലും 15,000-ൽ പരം വോട്ടിന് ഈ കാസർഗോഡ് മണ്ഡലത്തിൽ രാഷ്ട്രീയപരമായ വിജയം ഉണ്ടാവും. മുസ്ലിം ലീഗ് വിജയിക്കും, ഒരു സംശയം വേണ്ട. ഇനി ആര് ഏത് സമുദായ നേതാവ് പ്രതികരിച്ചാലും ഇവിടെ ഏകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ മതേതരവാദികളാണ്, ഉത്ബുദ്ധരാണ്. അവർ ഒരു ഘട്ടത്തിലും വർഗീയത പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലബാറിലും ഈ പ്രാവശ്യം തിരിച്ചടി ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ അത്ര രസത്തിലല്ല, അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, അത് തെരഞ്ഞെടുപ്പിനൊക്കെ ബാധിക്കുമെന്നുള്ള രീതിയിലൊക്കെ വലിയ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജില്ലയിൽ യഥാർത്ഥത്തിൽ ഈ ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുള്ള ഐക്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിള്ളലോ ആടി ഒലച്ചലുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിലവിൽ? കാസർഗോഡ് ജില്ലയിൽ UDF ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില പ്രദേശങ്ങളിൽ UDF അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതാത് സമയങ്ങളിൽ പറഞ്ഞ് തീർക്കാറുണ്ട്. UDF നല്ല നേതൃത്വമുണ്ട്. ശക്തമായി നമ്മൾ ഈ ജില്ലയിൽ UDF മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഇല്ല. ഒരു അവസാനത്തെ ചോദ്യം കൂടി, അതായത് മൈൻകളൗട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു യാത്ര അവസാനിച്ചത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ തമ്മിലുള്ള അവരുടെ പ്രസംഗങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വൈറലായിരുന്നു. എൻ്റെ ചോദ്യം, ഒരു മുസ്ലിം ലീഗ് എന്ന നേതാവ് എന്ന നിലയിൽ പല തെരഞ്ഞെടുപ്പുകളിലും മൈൻകളൗട്ട് മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ കാന്തപുരം AP വിഭാഗം പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം, കാന്തപുരത്തിൻ്റെ വോട്ടുകൾ മുസ്ലിം ലീഗിന് UDF ലഭിക്കാറില്ല, പലപ്പോഴും LDF പോകുന്നത് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ പലയിടങ്ങളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെന്ന നിലയിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ വിഭാഗം. പതിയെടുക്കിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കാന്തപുരം വിഭാഗമെന്നോ EK വിഭാഗമെന്നോ അല്ലെങ്കിൽ മറ്റു വിഭാഗം എന്നുള്ളൊരു ചിന്താഗതി തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരിക്കലും ഇല്ല. അതൊക്കെ അതാത് സമയങ്ങളിൽ അതാത് സംഘടനകൾ അവർ പ്രവർത്തിക്കും എന്നല്ലാതെ ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ തൊട്ടടുത്ത എൻ്റെ വാർഡിൽ തന്നെ ഈ പ്രാവശ്യം ജയിച്ചത്, സുബൈദ ജയിച്ചത് എല്ലാ വിഭാഗം ആളുടെയും വോട്ട് വാങ്ങിയിട്ടാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് AP വിഭാഗവും BK വിഭാഗവും എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടാണ് BJPയിൽ നിന്ന് വളരെ ശക്തമായ മത്സരത്തിലൂടെ ചെടേക്കാൽ വാർഡ് നിലനിർത്തിയത്. കാരണം വാർഡ് വിഭജനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാൻ വിട്ടുപോയി, പതിയെടുക്ക പഞ്ചായത്തിൽ ഈ പ്രാവശ്യം വളരെ ശക്തമായ പോരാട്ടമാണ് നടന്നത്. കാരണം വാർഡ് വിഭജനം ഒരിക്കലും UDF അനുകൂലമല്ല. പല UDF വാർഡുകളൊക്കെ വെട്ടിമുറിച്ച് തുണ്ടമാക്കി മാറ്റി. എന്നിട്ടും ശക്തമായ പോരാട്ടത്തിലൂടെയാണ് ചെടേക്കാൽ പോലെയുള്ള, പൂക്കമ്പാറ പോലെയുള്ള, സീതാങ്കുളി പോലെയുള്ള വാർഡുകളൊക്കെ മുസ്ലിം ലീഗ് നിലനിർത്തിയതും പിടിച്ചെടുത്തതും. ഇതൊക്കെ സീതാങ്കുളി പിടിച്ചെടുത്താണ്.
അതുപോലെ തന്നെ മൂക്കമ്പാറെ നിലനിർത്തിയതാണ്. മൂക്കമ്പാറയുടെ ഒരു ഭാഗം BJPയുടെ വളരെ പ്രധാനപ്പെട്ട 500-600 വോട്ടുകളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടും മൂക്കമ്പാറയും ചെടേക്കാലും ഒക്കെ നമ്മൾ ജയിച്ചു. അതൊക്കെ ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജയിച്ചത്. ഞങ്ങളിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ക്യാമ്പയിനുകളും അഭിപ്രായ സർവേകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യമാണ്, കുഴപ്പിക്കുന്ന ചോദ്യമാണ്, മാഹിൻ കേളോട്ട് എന്ന പൊതുപ്രവർത്തകൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ കാസർഗോഡ് മണ്ഡലത്തിൽ? ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി തീരുമാനം ഞാൻ അനുസരിക്കും. അതിന് ഞാൻ ഒരു കമന്റ് പറയുന്നില്ല. പാർട്ടി എന്ത് തീരുമാനിച്ചാലും ഞാൻ അനുസരിക്കും. ഞാൻ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. ഇപ്പോൾ എന്നെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഈ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തനം നടത്തുകയാണ്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അനുസരിക്കുന്ന ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. അത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയൂല. ഓക്കെ, അപ്പോൾ എന്തായാലും മാഹിൻ കേളോട്ട് എന്ന പൊതുപ്രവർത്തകനെ അടുത്തറിയാനും ഒരുപാട് വിശേഷങ്ങൾ അറിയാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വിജയിക്കുക, തോൽക്കുക, ഇതൊക്കെ രണ്ടാമതുള്ള കാര്യമാണ്. ജനസേവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാലും മാഹിൻ കേളോട്ട് എന്ന പൊതുപ്രവർത്തകനെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സംസാരിച്ചു. ഞങ്ങളുടെ പ്രേക്ഷകർ അതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും വളരെ തിരക്കുള്ള ഈ സമയത്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളിവിടേക്ക് വിളിച്ചു വരുത്തിയ മാഹിൻ കേളോട്ട് എന്ന പൊതുപ്രവർത്തകന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഹിൻ കേളോട്ടിനെ പോലെയുള്ള ജനങ്ങളെ അറിയുന്ന, ജനസ്പന്ദനം മനസ്സിലാക്കുന്ന ജനകീയരായിട്ടുള്ള നേതാക്കൾ ജനങ്ങളെ ഭരിക്കാൻ, ജനങ്ങളെ നയിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അഡ്വാൻസ് ആയിട്ട് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ വരികയാണെങ്കിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇനി മാഹിൻ കേളോട്ടിന് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാം. എനിക്ക് വേറൊന്നും പറയാനില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിനെ ഈ അടുത്ത കാലത്ത് കാസർഗോഡിൻ്റെ പേരെടുത്ത് പല കോണുകളിൽ നിന്നും ഉത്തരവാദപ്പെട്ട ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കാസർഗോട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത്, കാസർഗോഡ് എന്ന് പറയുന്ന ഈ സപ്തഭാഷകൾക്ക് അപ്പുറത്ത് ബഹുഭാഷകൾ സംസാരിക്കുന്ന ഒരു നല്ല നാടാണ് കാസർഗോഡ്. ഇവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്ന ഒരു മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിനെ കലുഷിതമാക്കാനോ ഈ മണ്ണിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനോ ആര് വരികയാണെങ്കിലും അവർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഈ കാസർഗോട്ടെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും. അതിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അത് തന്നെയാണ് മാഹിൻ കേളോട്ട് പറഞ്ഞത്. അടിവരയിടുകയാണ്. കാസർഗോഡ് എന്നും പരസ്പര സൗഹാർദ്ദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, നാനാജാതി മതസ്ഥർ ഒരു മനോഹരമായ പൂന്തോട്ടത്തിലെ നിരവധി പൂക്കളെ പോലെ താമസിക്കുന്ന ഒരിടമാണ്. ഇവിടെ പുറമേ നിന്ന് കേൾക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരിക്കൽ കൂടി മാഹിൻ കേളോട്ടിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.